ജനങ്ങളുടെ പ്രതികരണം വളരെ അനുകൂലമായിട്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രേരണ കൊണ്ടല്ല, സ്ത്രീ പ്രശ്നങ്ങൾ ഇടപെടാനും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനും അനീതിയെ ചോദ്യം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്നുകൊണ്ടേയിരുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പറയുമ്പോൾ അത് CPIMൻ്റെ ഒരു കുത്തക മണ്ഡലം തന്നെയാണ്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് LDFിന് വേണ്ടി മത്സരിക്കുന്നത് മഹിളാ അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള PK ശ്യാമള ടീച്ചറാണ്. ഒപ്പം തന്നെ നേരെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPIMൽ നിന്നും പുറത്താക്കിയ TK ഗോവിന്ദൻ മാസ്റ്ററാണ്. ഈ ഒരു ഘട്ടത്തിൽ പോരാട്ടം ശക്തമാവുകയാണ്. അതേക്കുറിച്ച് വിശദീകരിക്കാൻ PK ശ്യാമള ടീച്ചർ തന്നെയുണ്ട്. ടീച്ചറെ, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ പ്രചരണ രംഗത്ത് മുന്നേറുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? എന്താണ്? ജനങ്ങളുടെ പ്രതികരണം വളരെ അനുകൂലമായിട്ടാണ്. ഞാൻ 58 ദിവസമായി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ്, നല്ല നിലയിൽ തികച്ചും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ തളിപ്പറമ്പിന് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. കാരണം തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു, ആന്തൂരിൻ്റെ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു. പക്ഷേ പുറത്ത് പറയുമ്പോൾ ഒരു പക്ഷേ PK ശ്യാമൾ ടീച്ചർ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഈ എതിരാളികൾ ആരോപിക്കുന്നത് പോലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്നുള്ള രീതിയിൽ. പക്ഷേ അതല്ല വസ്തുത എന്നുള്ളത് ഉണ്ടല്ലോ. 48 വർഷത്തെ ഒരു അതെങ്ങനെയാണ്? അത് 40 വർഷക്കാലമായി വിദ്യാർത്ഥി കാലഘട്ടത്തിലൂടെ കടന്നു വന്നു, SFIയിലൂടെ കടന്നു വന്നു, DYFI മഹിളാ അസോസിയേഷൻ. ഞാൻ വിവാഹത്തിന് മുമ്പ് തന്നെ, ഇങ്ങോട്ട് തളിപ്പറമ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മഹിളാ അസോസിയേഷൻ്റെ സാധാരണ നമ്മൾ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് SFI, ചിലപ്പോൾ DYFI. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ DYFI മഹിളാ അസോസിയേഷൻ്റെ വില്ലേജ് സെക്രട്ടറി, മട്ടന്നൂർ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി, KK ശൈലജ ടീച്ചർ ഏരിയ സെക്രട്ടറി ആകുമ്പോൾ മഹിളാ അസോസിയേഷൻ മട്ടന്നൂർ ഏരിയ സെക്രട്ടറി ആയിട്ട് എന്നുവെച്ചാൽ പേരാവൂർ ഉൾപ്പെടുന്ന ഏരിയ സെക്രട്ടറി പോലത്തെ ഒരാളാണ്. അപ്പം അന്നേരം തന്നെ സ്ത്രീ പ്രശ്നങ്ങൾ ഇടപെടാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. വിവാഹിതയായി വന്നതിന് ശേഷവും ആണെങ്കിൽ എനിക്ക് മതിയാക്കി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രേരണ കൊണ്ടല്ല, സ്ത്രീ പ്രശ്നങ്ങൾ ഇടപെടാനും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനും അതോടൊപ്പം തന്നെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാനും അനീതിയെ ചോദ്യം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്നുകൊണ്ടേയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും മൊറാഴ വില്ലേജ് സെക്രട്ടറി, തളിപ്പറമ്പ് മോഹനൻ ഏരിയ സെക്രട്ടറി, അതുപോലെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും അതുപോലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏരിയ കമ്മിറ്റി മെമ്പർ, ഇപ്പോൾ പാർട്ടി DC മെമ്പർ, ഈ ചുമതലയൊക്കെ നിർവഹിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രദേശത്തുകാർക്ക്, എൻ്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ജനങ്ങളുടെ മനോഭാവം ഞാൻ പറയുന്നത്, ടീച്ചർ അങ്ങനെ ഏതെങ്കിലും ഒരു കെയർ ഓഫിൽ വന്നതാണ് എന്നുള്ള ഫീലിംഗ് ഇല്ല. നിരന്തരമായി, കാരണം എല്ലാം ഈ മയ്യിലായാലും കുറ്റാട്ടമായാലും നിരവധിയായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ആളുകൾക്ക് അങ്ങനത്തെ ഒരു മനോഭാവം ഇല്ല. തളിപ്പറമ്പ് മണ്ഡലത്തിലെ ആളുകൾക്കില്ല, തളിപ്പുറം മണ്ഡലത്തിലാർക്കില്ല. അതിൻ്റെ ഭാഗമല്ല ഇപ്പോൾ ചെക്കിക്കോടായാലും അതുപോലെ തന്നെ മയ്യിലായാലും കുറ്റാട്ടമായാലും. കാരണം ഇങ്ങനെ നിരന്തരമായി നമ്മളെ പ്രസ്ഥാനം സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ ഭാഗമായി സജീവമാകുന്നില്ല, ദൈനംദിനമായി സംഘടനാപത്ത് നടത്തുന്ന സംഘടനകളാണ്. അപ്പോൾ അതിൻ്റെ സന്ദർഭത്തിൽ ഇപ്പോൾ ഞാൻ സെക്രട്ടറി ആയപ്പോഴാണ് നമുക്ക് ഓഫീസ് ഉണ്ടാക്കിയിട്ടുള്ളത്, മഹിളാ അസോസിയേഷൻ്റെ ഒരു ഓഫീസ് സ്വന്തമായിട്ട് കണ്ണൂർ മഹിളാ സുശീലാകുല സ്മാരക മന്ദിരം. അപ്പോൾ അതിൻ്റെ എല്ലാം വർക്ക് അതിനൊക്കെ തന്നെ നേതൃത്വപരമായി പങ്കുവെച്ചതാണെന്ന നിലയിൽ ആളുകൾക്കെല്ലാം അറിയുന്ന സ്ഥിതിയുണ്ട്. മറ്റൊന്ന്, ഈ എതിർ സ്ഥാനാർത്ഥി വരുന്ന ടീച്ചറുടെ ഒരു സഹപ്രവർത്തകനായ ഒരാളാണ്. അത് മാനസികമായി അത് വലിയ വിഷമമുണ്ടാക്കിയോ? എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാകുന്ന ഏത് വ്യതിയാനങ്ങളും നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ ഗോവിന്ദമാഷ് നമ്മുടെ പാർട്ടി നേതാവായിരുന്നു. അപ്പോൾ പാർട്ടി ഇപ്പോൾ നടപടിക്ക് വിധേയമാക്കി. ഇപ്പോൾ ഗോവിന്ദമാഷ് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പാർട്ടിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാനതൊരു ഉപകരണമാക്കുന്നത് മാത്രമാണ്, യഥാർത്ഥത്തിൽ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പം അതിൻ്റെ ഭാഗമായി പാർട്ടി തന്നെ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി തന്നെ എനിക്കും പറയാനുള്ളൂ. പാർട്ടി നിലപാട് തന്നെയാണ്. പാർട്ടി നിലപാട്, അത് പാർട്ടി നിലപാട് തന്നെ സ്വാഭാവികം. ഈ മറ്റൊന്ന്, ടീച്ചർ ഈ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? അങ്ങനെയൊക്കെ ആണല്ലോ ചർച്ചകൾ വരുന്നത്. ഇത് അപ്രതീക്ഷിതമായിരുന്നോ സ്ഥാനാർത്ഥി? അല്ലല്ല, ഞാനിപ്പോൾ ഒരു 82 പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു. ഒരു 10-35 വർഷക്കാലമായി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഒരു 25 വർഷക്കാലമായിട്ട് AC മെമ്പറാണ്. ഇപ്പം 2019 DC മെമ്പറായി. എൻ്റെ പാർട്ടി അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പാർട്ടിനെ പറ്റി മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രതീക്ഷിച്ചതുകൊണ്ട് ഇതുപോലെ സ്ഥാനങ്ങൾ ലഭിക്കുകയോ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയല്ല ഇത്. അതാണ് ഈ പാർട്ടി സവിശേഷത എനിക്ക് തോന്നുന്നത്. അയാൾ ആഗ്രഹിച്ചുകൊണ്ട് ആവണമെന്നില്ല, ഇനി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആവാൻ നിർബന്ധിക്കപ്പെടും എന്നാണ് പാർട്ടി നിലപാടിൻ്റെ സാഹചര്യം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രതീക്ഷയേ ഉണ്ടായിട്ടില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഒരു സ്ഥാനത്തെ പറ്റിയും പ്രതീക്ഷിച്ചിട്ടില്ല. TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്, ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് TK ഗോവിന്ദനും UDF ഒക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതം. അത് പ്രതിപക്ഷം അങ്ങനെ സാധാരണയായിട്ട് അങ്ങനെ പറയുമല്ലോ. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികം അങ്ങനത്തെ ആരോപണം നികത്താവർക്ക് ഉന്നയിക്കാം.
പക്ഷെ നമ്മുടെ പാർട്ടിയുടെയും എൻ്റെയും നിലപാടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. മെയ് 4-ന് അതാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത്. മെയ് 4-ന് വീണ്ടും ഒരു തുടർച്ച വരുമ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കും തളിപ്പറമ്പിലുണ്ടാവാൻ എന്ന് തന്നെയാണ്. പിന്നെന്താ, യാതൊരു സംശയമില്ല. ഇടതുപക്ഷം തുടർച്ച നല്ല ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ജയിക്കും തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ തളിപ്പറമ്പിൻ്റെ MLA ടീച്ചറെ പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാ ആശംസകളും. PK ശ്യാമള ടീച്ചറാണ്, മഹിളാ അസോസിയേഷൻ്റെ നേതാവാണ്. പലപ്പോഴും പലരും ആരോപിക്കുന്ന പോലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പത്നി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും കടന്നു വരുന്നത്. ജനങ്ങളുടെ ഇടയിലും അവർ ആ രാഷ്ട്രീയ പാരമ്പര്യം വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും തളിപ്പറമ്പ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ടീച്ചറും പ്രകടിപ്പിക്കുന്നത്. ക്യാമറ പേഴ്സൺ TK റിഷാദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.